നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത, നിങ്ങളെപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു ആക്സിഡൻറ്റിന് സാക്ഷിയാൻ വേണ്ടി വന്നിട്ടുണ്ടോ? എന്നാൽ അതിനുശേഷം ഒരാത്മാവ് നിങ്ങളെ പിന്തുടർന്നാലോ? ശ്രീ സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീഹരി രാജൻ. എൻ്റെ അനുഭവം ഞാനിവിടെ വിവരിക്കാം, കേട്ടു നോക്കൂ. ഒരിക്കൽ ഞാനും എൻ്റെ ഫ്രണ്ട് അനന്തുവും ബാംഗ്ലൂർ വരെ ഒന്ന് പോയി. അവന് മാവേലിക്കര ഒരു യൂസ്ഡ് കാർ സെല്ലിംഗ് ഷോപ്പുണ്ട്. അവിടോട്ട് കുറച്ച് വണ്ടികൾ പോയി കാണുമായിരുന്നു. ഫോർച്യൂണർ, ഇന്നോവ, ബ്രസ, അങ്ങനെ കുറച്ച് വണ്ടികൾ പോയി കണ്ടു. അതുപോലെ അവിടെ JC റോഡ് എന്നൊരു സ്ഥലമുണ്ട്. ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഈ സ്പെയർ പാർട്സൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ്. അവിടുന്ന് കുറച്ച് സ്പെയർ പാർട്സും മേടിച്ച് വണ്ടിയുടെ ഡിക്കിയിലിട്ടു. അത് കഴിഞ്ഞ് അവൻ നേരെ ഡൽഹിക്ക് പോയി. എനിക്ക് ട്രിവാൻഡ്രം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിങ്ങ് പോന്നു. രാത്രി ഏകദേശം ഒരു 9 മണിയായി കാണും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ജോൺസൺ മാഷിൻ്റെയോ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെയോ പാട്ടുകളൊക്കെ ഇട്ട് പഴയ പൊട്ടിപ്പോയ ലവ് സ്റ്റോറികളൊക്കെ ഓർത്ത് ആ പാട്ടിൻ്റെ കൂടെ പാടുന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. റോഡിൽ വണ്ടി തീരെ കുറവാണ്. ഞാൻ കുറച്ചു നേരം കാറിൻ്റെ വിൻഡോ തുറന്നിട്ടു. സേലത്ത് എവിടെയാണ്, പുറത്ത് നല്ല നിലാവുണ്ട്. ആ നിലാവ് വെളിച്ചത്തിൽ വിജയുടെ കാവലൻ സിനിമയുടെ വലിയൊരു ഹോർഡിങ് ഞാൻ കണ്ടു. രാത്രി ഏകദേശം 1 മണിയായി കാണും. എൻ്റെ വണ്ടി ഒരു 90 കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു കാറ് നല്ല സ്പീഡിൽ ഓവർടേക്ക് ചെയ്തു പോയി. ആ കാറിൻ്റെ അടിയിൽ ഒരു ബ്ലൂ നിയോൺ ലൈറ്റ് കത്തുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇടത്തോട്ട് ചെറിയൊരു വളവുണ്ട്. ഓവർടേക്ക് ചെയ്ത് പോയ കാറ് ആ വളവ് തിരിയാതെ നേരെ പോയി ഒരു ലാമ്പ് പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് 2 വട്ടം റോൾ ചെയ്ത് സൈഡിലൊരു ബാരിക്കേഡിൽ ഇടിച്ച് കയറിഞ്ഞു. ആ ഇടിയുടെ ആഘാതത്തിൽ ഒരു ഡോർ ഊരി തെറിച്ചു പോയി. ഇതെല്ലാം കൂടെ ഏറിയാലൊരു 10 സെക്കൻഡ് തീർന്നതാണ്. ഞാൻ ആകെ പേടിച്ചു പോയി. വണ്ടി ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റ് ഒതുക്കി. എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടു. കാറിൻ്റെ സൈഡിൽ ഞാനൊരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ പെട്ടെന്ന് എൻ്റെ ഫോണും എടുത്ത് കാറിൻ്റെ ഡോറും തുറന്ന് ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിലോട്ട് ഓടി. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുക ഇങ്ങനെ ഉയരുന്നുണ്ട്. റോഡിലാകെ ഈ പൊട്ടിപ്പോയ ഫൈബറിൻ്റെയും ഈ ഗ്ലാസിൻ്റെയും ചീളുകൾ ഇങ്ങനെ ചെതറിക്കിടപ്പുണ്ട്. ബാക്ക് സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തി നിൽക്കുന്നു. കാറ് ഫ്രണ്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും തകർന്നു. ഫ്രണ്ട് ടയർ ഒരെണ്ണം സൈഡിലിങ്ങനെ ഊരിക്കിടപ്പുണ്ട്. അതുപോലെ ഈ എൻജിൻ ഓയിലും കൂളൻറ്റും പൊട്ടി റോഡിലോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഈ വിൻഷീൽഡും അതുപോലെ ഈ എൻജിൻ ബേയിലെ അതും ഡ്രൈവർ സീറ്റിലോട്ട് ഇടിച്ച് ചുരുണ്ടിരിപ്പുണ്ട്. ഞാൻ ഡ്രൈവർ സൈഡിൽ ചെന്ന് നോക്കിയപ്പം എയർ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡിൽ മുങ്ങി നിൽക്കുക. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആ ശരീരം അതാകെ തകർന്നു പോയി. ഞാനന്നേരം മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഇയാളെ നോക്കി ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അമ്മയോ ഭാര്യയോ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ പോലും. അയാളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അവസാനമായിട്ട് ആ മുഖം ഒന്ന് കാണാൻ, ഒരു ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ എനിക്കെൻ്റെ തല ചുറ്റുന്ന പോലെ തോന്നി. ഞാൻ അവിടുന്ന് കുറച്ച് പിന്നിലേക്ക് മാറി നിന്നു. അപ്പോൾ ഈ സമയം ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ഒരു ലോറി സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 പേര് ഇറങ്ങി വന്ന് തലേ കൈയും വെച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഒന്നും പറയാനാവാതെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. അതിലൊരാൾ പെട്ടെന്ന് കാറിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി. എന്നിട്ട് അത് വേറെ ആരുമില്ലെന്ന് മറ്റേ ആളോട് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവർ തമ്മിൽ തെലുങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കും. അപ്പോഴേക്കും വേറെ കുറേ വണ്ടിക്കാരെ നിർത്തി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ചിലർ കാറിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു. ഞാൻ ഫോണെടുത്ത് 100 ഡയൽ ചെയ്തു. കൺട്രോൾ റൂമിൽ ഫോണിലെടുത്ത ആളോട് ഞാൻ തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു.
வணக்கம், சேலம் காவல் கட்டுப்பாட்டு அறை. நான் உங்களுக்கு எப்படி உதவி செய்யலாம்? Hello sir, I'm calling from an accident spot near Tupur. Please help. சார், பேனிக் ஆக வேணாம். I'll help you. என்ன ப்ராப்ளம் சொல்லுங்க? Sir, a car crashed into a barricade. Only driver was inside. അവിടെ എല്ലാമേ ഫുൾ ബ്ലഡ് സർ. ലുക്സ് ലൈക്ക് ഹി ഈസ് നോ മോർ. ഈ or she ന്ന് കൂടെ തെരല്ലേ ഇമ്പാക്ട് ഈസ് ദാറ്റ് മച്ച്. ஓகே, பயப்படாதுங்க. ப்ளீஸ் ரிலாக்ஸ். 97409 is the number you're calling, right? Yes. உங்க பேர் என்ன? ശ്രീഹരി. We got your location. This is near to railway bridge Tupur. இன்னும் கொஞ்சம் நேரத்தில் பெட்ரோல் டீம் அங்கே வந்துடுவாங்க. Don't worry sir. താങ്ക് യു. ഞാൻ സ്പോട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി കാണും. അപ്പോഴേക്കും അവിടെ കുറച്ചധികം ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതിലൊരാൾ തല ചുറ്റി വീഴുന്നു. അടുത്ത ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും പോലീസ് ജീപ്പ് എത്തി. അതിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നു. അവരെന്നിട്ട് ഈ കാറിന് ചുറ്റും പോയി നടന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. 2 പേര് ചെന്നിട്ട് ഈ ഡ്രൈവർ സൈഡ് ഡോറില്ലേ അത് വലിച്ചു തുറന്നു. പക്ഷെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ആ സമയമായപ്പോഴത്തേക്കും ആംബുലൻസും ഇങ്ങ് എത്തി. ഞാൻ നോക്കിയപ്പം ഈ ജീപ്പിൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. SI ആണെന്ന് തോന്നുന്നു. അവിടെ നിന്നുകൊണ്ട് വയർലെസ്സിൽ ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നു. ഞാൻ പതുക്കെ തിരിച്ചു പോരാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പം എൻ്റെ ഫോണിലോട്ടൊരു കോള് വന്നു. ആ മുമ്പേ കണ്ട SI ഇല്ലേ, പുള്ളിയാണ് വിളിച്ചത്. പുള്ളി എൻ്റെ അടുത്തോട്ട് വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് അന്വേഷിച്ചു. நீங்கள் ஸ்பாட்டுக்கு வந்துட்டீங்களா? அங்கேயே இருங்க, நான் வரேன். யோ, ஏன் இப்படி உயிரை வாங்குறீங்க? ஆக்சிடென்ட் ரிப்போர்ட் எழுத வந்திருக்க, ஒரு பேனை எடுத்துகிட்டு வர மாட்டேன். போய் வண்டியில் இருக்கான்னு பாரு. இவனுங்க வேற நம்மளை போட்டு பண்றானுங்க. நீங்கள் தான் இன்ஃபார்ம் பண்ணதா? ஆமாம் சார். சார், இந்த ஸ்பாட்டில் இது இந்த வருஷத்தோட 3வது ஆக்சிடென்ட் சார். இப்போ பாருங்க, இந்த ஆள் ஸ்பாட்லேயே செத்துட்டார். இவரை நம்பி இருக்கிற குடும்பம் இப்போ என்ன தான் பண்ணுமோ? எங்கே கேட்குறானுங்க? கேர்லெஸ்ஸாக வண்டி ஓட்டி இப்படி செத்து தொலைஞ்சு நம்ம உயிரை வாங்குறானுங்க. இப்போ தான் டியூட்டி முடிஞ்சு குவார்ட்டர்ஸில் போய் படுத்தேன். அதுக்குள்ளே പോലീസ് സ്റ്റേഷനിലിருந்து കാൾ பண்ணி വര വച്ചിട്ടാനുங்க. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വേറൊരു പോലീസുകാരൻ വന്നു. അയാൾ എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും അതുപോലെ വണ്ടിയുടെ നമ്പറും ഒക്കെ എഴുതി മേടിച്ചു. എന്നിട്ട് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചു. അതിൻ്റെ ഒരു ഫോട്ടോ അയാൾ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു പേന എൻ്റെ നേർക്ക് കിട്ടി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സൈൻ ചെയ്ത് പേപ്പർ തിരിച്ചു കൊടുത്തു. അപ്പോഴേക്കും ഈ മരിച്ച ആളുടെ ബോഡി ഒരു സ്ട്രെച്ചറിലെടുത്ത് വെച്ച് വെള്ള തുണി പൊതിച്ചു. അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. എൻ്റെ മനസ്സും ശരീരവും ഒക്കെ മരവിച്ച് ഞാൻ പതുക്കെ വണ്ടിയിലോട്ട് നിന്ന് കയറി. ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോയി. പക്ഷേ ആക്സിഡൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള സീനുകളും ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. സമയം ഒരു 3 മണിയായി കാണും. ഞാൻ നോക്കുമ്പോൾ ഒരു പെട്രോൾ പമ്പും അതിൻ്റെ സൈഡിൽ ഒരു ടീ ഷോപ്പും കണ്ടു. ഞാൻ പതുക്കെ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ഇറങ്ങി ആദ്യം മുഖം ഒന്ന് കഴുകി. എന്നിട്ട് നേരെ അവിടെ ചെന്ന് ഒരു ചായയും പറഞ്ഞു ഒരു സേർട്ടും മേടിച്ച് വലിച്ചു. ഞാനങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ വണ്ടിയുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ എത്തി നോക്കുന്നു. ഈ അകത്താരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന പോലെ. ഞാൻ പെട്ടെന്ന് ചായയുടെ പൈസയും കൊടുത്ത് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു. അവിടെ ചെല്ലുമ്പം എൻ്റെ അത്രയും പൊക്കമുള്ള വെളുത്ത് മെലിഞ്ഞ് മുടി പറ്റ വെട്ടിയൊരു മനുഷ്യൻ. അയാളൊരു ചെക്ക് ഷർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, കയ്യിലൊരു ബാഗും. അയാളുടെ കണ്ണിന് ചുറ്റും ഒരു ഡാർക്ക് സർക്കിൾ, ഈ ഉറക്കം തീരെയില്ലാത്ത ആൾക്കാരുടെ കണ്ണില്ലേ അതേപോലെ. എന്നെ കണ്ടപ്പോൾ വിഷ് ചെയ്ത് അയാൾ സംസാരിച്ചു തുടങ്ങി. Good morning. Are you going towards Coimbatore? ഗുഡ് മോർണിംഗ്. യാ, വാട്ട് ഹാപ്പൻഡ്? If you don't mind, could you please drop me near this highway side on the way? I'm not able to find a taxi or a bus at this time. My family is very much worried. അയാളുടെ നിപ്പിൽ സംസാരത്തിൽ എനിക്ക് എന്തോ പന്തികേട് തോന്നി.
ഈ രാത്രി യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തിട്ട് അപകടങ്ങളിൽ ചെന്ന് ചാടി എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കാണാൻ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ ഒന്ന് രക്ഷിക്കാൻ പോലും ആരും ഉണ്ടാകത്തില്ല. ഞാൻ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ ഒഴിവാക്കിയിട്ട് നേരെ വണ്ടി വന്ന് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ മുന്നോട്ടെടുത്തു. ഞാൻ സൈഡ് മിററിൽ നോക്കുമ്പോൾ അയാളിങ്ങനെ എന്നെ നോക്കി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാളുടെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു. എങ്കിലും ഒഴിവാക്കി എത്ര നന്നായെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് തുടർന്നു. ഇടയ്ക്ക് വിൻഷീൽഡിലാകെ പൊടി കയറിയിട്ട് വിഷൻ ശരിയാവാതെ വന്നു. വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി വെള്ളം ഒഴിച്ച് ഗ്ലാസ് ക്ലീൻ ചെയ്തു. തിരിച്ച് വണ്ടിയെ കയറിയപ്പോൾ മുതൽ വല്ലാത്തൊരു മൂഡ് ഔട്ട്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ട്രിവാൻഡ്രം എത്തിയാൽ മതി എന്നൊരു തോന്നൽ. ആ മൂഡൊന്ന് മാറാനായിട്ട് ഞാനൊരു പാട്ട് വെച്ചു. പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അത് സ്റ്റക്കാകുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കും. പണ്ട് CD പ്ലെയറിൽ പാട്ട് കേട്ടിട്ടുള്ളവർക്ക് ഇതറിയാം. പക്ഷേ ഇതിപ്പോൾ പെൻഡ്രൈവ് അല്ലേ. ഞാനതൊന്ന് ഊരിയിട്ട് തിരിച്ചു കുത്തി. ഇപ്രാവശ്യം പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പം FM റേഡിയോ ഓണായി. ബ്രോഡ്കാസ്റ്റ് ഒന്നും ഇല്ലാത്തപ്പോഴത്തെ ഒരു എരപ്പ് ഒച്ചത്തിൽ സ്പീക്കറിൽ കൂടെ കേട്ടു. ഞാൻ പ്ലെയർ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പം നടുക്കുള്ള റെയർ വ്യൂ മിററിൽ ഒരു ഫ്ലാഷ് അടിച്ച പോലെ എനിക്ക് തോന്നി. പിന്നീന്ന് വരുന്ന കാറുകൾ ഏതെങ്കിലും പാസ് ലൈറ്റ് അടിച്ചതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ മിററിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് കണ്ടെൻ്റെ ശരീരം ആകെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ആ മിററിൽ ഒരു മുഖം ഞാൻ മിന്നായം പോലെ കണ്ടു. മുമ്പ് ചായക്കടയുടെ മുന്നിലെ റോഡിൽ ലിഫ്റ്റ് ചോദിച്ച ഒരാളില്ലേ, അയാളുടെ മുഖം ഞാൻ വ്യക്തമായിട്ടും കണ്ടു. പകച്ചുപോയ ഞാൻ പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. ഞാൻ പെട്ടെന്ന് വണ്ടി ലെഫ്റ്റ് ഒതുക്കി നിർത്തി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡോർ തുറന്ന് മൊബൈലിലെ ഫ്ലാഷ് ഓണാക്കി പിൻസീറ്റ് ആകെ നോക്കി. ആരുമില്ല. ഞാൻ വണ്ടിയെ ചാരി നിന്നു. കണ്ട കാഴ്ചയുടെ ഞെട്ടൽ മാറാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കി. അല്ലെങ്കിൽ തന്നെ ഇതെങ്ങനെ ശരിയാവും? അയാളുടെ മുഖം എങ്ങനെ മിററിൽ കാണാനാണ്? ഒരു പക്ഷേ യാത്രാക്ഷീണം കൊണ്ടും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഉണ്ടായ ടെൻഷൻ കൊണ്ടും തോന്നിയൊരു ഇല്യൂഷൻ. ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എടുത്തപ്പോൾ ഉണ്ടായ ഒരു മായക്കാഴ്ച, ഒരു പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ. അല്ലെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവ് ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചിട്ടും തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു ദുരാത്മാവ്, ഒരപ്പാരിഷൻ.